ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽവേസ് ബൈ മിഥിൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം സിറ്റി ഫുൾ കറങ്ങുന്ന രീതിയിലൊരു ജേർണി ചെയ്യാൻ പോകുന്നു. വേറെ എവിടെയല്ല, KSRTCയുടെ സിറ്റി റൈഡ്, നഗര കാഴ്ചകൾ എന്ന് പറഞ്ഞൊരു റൈഡുണ്ട്. അത്രയും ഫേമസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു റൈഡ് നമ്മൾ ബസ്സിൽ, ഡബിൾ ഡെക്കർ ബസ്സിൽ നമ്മൾ ഫുൾ സിറ്റി കറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിരിക്കും ഇന്ന്. ഒരു വെറൈറ്റി വീഡിയോ ആണ്, ഫുൾ കാണുക. അപ്പോൾ നമുക്ക് ആദ്യം ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡിൽ പോവാം. ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ് നമ്മുടെ ഈ ബസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഫുൾ കറങ്ങി തിരിച്ച് ഈസ്റ്റ് ഫോർട്ടിൽ തന്നെ വരും. ഏകദേശം ഒരു 2 hours ജേർണി ആണെന്നാണ് പറയുന്നത്. ഫുൾ ട്രിവാൻഡ്രം ഒരു ഐഡിയ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ നമുക്കിനി ബസ് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ബസ്, സിറ്റി റൈഡ്. KSRTCയുടെ ബസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം എന്തോ കാണുന്നത്. അതെ അതെ, ഇതാണ് നമ്മുടെ ബസ്. നമുക്കപ്പോൾ കാണാം. ഇവിടെ കൂടെ ഒരു എൻട്രൻസും ഉണ്ട്, ആ വഴി ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ കൂടെ കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ സീറ്റിലെത്തിയത്. ഇതാണ് നേരത്തെ പറഞ്ഞ എൻട്രൻസ്. ബാക്കിൽ കൂടെ വരാം. നമ്മളിപ്പോൾ ഏറ്റവും ബാക്കിലിരിക്കുകയാണ്. ബസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 7 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ പാസഞ്ചേഴ്സും വന്നിട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ടുള്ള സിറ്റി റൈഡിലേക്ക് മാന്യ യാത്രക്കാർക്ക് സ്വാഗതം. ഓരോ സീറ്റിലേക്ക് ഇരിക്കുക, എല്ലാവരും സീറ്റിൽ ഇരിക്കേണ്ടതാണ്. ഇവിടെ എല്ലാവരും വീഡിയോ ഷൂട്ടിങ്ങും ഫോട്ടോ എടുക്കുകയും സെൽഫീസും ഒക്കെ ആയിരുന്നു. ഇതാണ് ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡ്. നമ്മളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കറക്റ്റ് 7 മണിയായില്ലേ? KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ടുള്ള സിറ്റി റൈഡിലേക്ക് മാന്യ യാത്രക്കാർക്ക് സ്വാഗതം. ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ്. ബസ് പോകുന്നത് പാളയം, കവടിയാർ, തിരികെ പാളയം, ചാക്ക, ശംഖുമുഖം, ലുലു മാൾ, ഇഞ്ചക്കൽ ബൈപ്പാസ് വഴി തിരികെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ്. ഏകദേശം 1.25 മണിക്കൂറാണ് ഈ റൈഡിൻ്റെ ദൈർഘ്യം. മറ്റൊന്ന് ശ്രദ്ധിക്കുക, ബസ് റണ്ണിംഗ് ടൈമിൽ കഴിയുന്നതും എഴുന്നേറ്റ് നടക്കാതിരിക്കുക. വിൻഡോ സൈഡിൽ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ബസ് റണ്ണിംഗ് ടൈമിൽ കഴിയുന്നതും എഴുന്നേറ്റ് നടക്കാതിരിക്കുക. വിൻഡോ സൈഡിൽ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മരച്ചില്ലകൾ, കേബിൾ മുതലായവ ഉണ്ടാവാം. ആരും കൈകൊണ്ട് പിടിക്കരുത്. ദയവായി സഹകരിക്കുക. ഇതാണ് ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ ഫേമസ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ഇനി ഞാൻ ഈ KSRTC സിറ്റി റൈഡ് അല്ലെങ്കിൽ നഗര കാഴ്ചകൾ എങ്ങനെ ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുതരാം. നമുക്ക് 2 രീതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഡയറക്റ്റഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാം. ഡയറക്റ്റഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇന്ന് പോകുന്ന റൈഡാണെങ്കിൽ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ സീറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു 1 day ബിഫോറെങ്കിലും ഒന്ന് ബുക്ക് ചെയ്താൽ സീറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇനി ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നതാണ്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ നിങ്ങൾ KSRTC സ്വിഫ്റ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറണം. ഓൺലൈൻ KSRTC.swift.com എന്നാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. ആ സെർച്ച് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റിലെത്തും. അതിൽ 2 ഓപ്ഷൻസ് കാണും, 1 വേയും റൗണ്ട് ട്രിപ്പും. അതിൻ്റെ അകത്ത് നിങ്ങൾ റൗണ്ട് ട്രിപ്പ് കൊടുക്കണം. റൗണ്ട് ട്രിപ്പിൽ കൊടുക്കുമ്പം ട്രാവലിംഗ് ഫ്രം എന്ന ബോക്സിൽ നിങ്ങൾ കയറി ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് എന്ന് കൊടുക്കുക. അതങ്ങനെ കൊടുത്താൽ നിങ്ങൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഗോയിങ് ടു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈസ്റ്റ് ഫോർട്ട് എന്നൊരു ഓപ്ഷൻ മാത്രമേ കാണത്തുള്ളൂ. അതും സെലക്ട് ചെയ്തിട്ട് ബുക്ക് ടിക്കറ്റ്സ് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് ടിക്കറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ഒരു അപ്പർ വ്യൂ പോലൊരു ഫിഗർ നമുക്ക് കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള സീറ്റ്സ് സെലക്ട് ചെയ്യാൻ പറ്റും.
ഫൈനലി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത നമ്പറിലോട്ടും മെയിൽ ഐ ഡിയിലോട്ടും അവർ ടിക്കറ്റിൻ്റെ ഒരു PDF സെൻഡ് ചെയ്യും. ഇതാണ് നമ്മൾ ഈ സിറ്റി റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് കണ്ടക്ടറിനെ കാണിക്കേണ്ടത്. ഇനി ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് നേരത്തെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി ഈ റൈഡിൻ്റെ ടൈമിങ്സ് ഞാൻ പറഞ്ഞുതരാം. വൈകിട്ട് 3 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് ഈ ബസ്സുകൾ ഈ റൈഡ് ചെയ്യുന്നത്. ഒരു റൈഡിൻ്റെ സമയം മാക്സിമം 2 മണിക്കൂറായിരിക്കും. പക്ഷെ നമുക്ക് ഓരോ മണിക്കൂറുകളിൽ ബസ്സുകൾ അവൈലബിൾ ആയിരിക്കും. കാരണം നമുക്കിതിൽ 2 ബസ്സുകളുണ്ട്. ഒരെണ്ണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ബ്രൗൺ ബസ്സും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ബ്ലൂ ബസ്സും ഉണ്ട്. നല്ല തിരക്കുണ്ട്. ഇത് രാത്രിയും കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും ഈവനിങ് ഒരു ഔട്ടിങ്ങും ആവും. മറ്റേ വെയിലത്ത് വരുന്നേക്കാളുമേ ഇതാണ് കാറ്റുണ്ട്. ഇനി നമുക്ക് ഈ റൈഡിൻ്റെ ടിക്കറ്റ് റേറ്റ് നോക്കാം. ഇതൊരു ഡബിൾ ഡെക്കർ ബസ് ആയതുകൊണ്ട് തന്നെ അപ്പർ ഡെക്കിൽ ഇരിക്കാനായിരിക്കും ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പർ ഡെക്കിൽ 200 രൂപയാണ് പെർ സീറ്റ് വരുന്നത്. ലോവർ ഡെക്കിലാണെങ്കിൽ 100 രൂപയാണ്. ഇവിടെ AI ക്യാമറയാണിത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മളുണ്ട്. തിരുവനന്തപുരം സ്റ്റാച്യു, റൈറ്റ് സൈഡിൽ കാണുന്നത് സെക്രട്ടേറിയറ്റ്, കേരളത്തിൻ്റെ ഭരണസ്ഥലം എന്നറിയപ്പെടുന്ന സെക്രട്ടേറിയറ്റ് റൈറ്റ് സൈഡിൽ കാണാൻ കഴിയും. പാളയം ഭാഗത്തേക്ക് നമ്മളിപ്പോൾ പാളയം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റി കോളേജാണ്. KSRTC സിറ്റി റൈഡിൻ്റെ 2 ബസ്സുകൾ, അതായത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സും അതുപോലെ തന്നെ മറ്റേ ബസ്സും രണ്ടും ഇലക്ട്രിക് ബസ്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള പൊല്യൂഷനും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. തിരുവനന്തപുരം പാളയം ഇടത് ഭാഗത്തായിട്ട് വിനായക ക്ഷേത്രം കാണാൻ കഴിയും. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വിനായക ക്ഷേത്രം ലെഫ്റ്റ് സൈഡിൽ കാണാം. മറ്റൊന്ന് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് ഏറെ പ്രശസ്തമായ പാളയം ജുമാ മസ്ജിദാണ്. ട്രിവാൻഡ്രത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന പാളയം. അതാണ് പാളയം പള്ളി. മുന്നിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ഏറെ പ്രശസ്തമായ പാളയം ചർച്ചാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് പാളയം ചർച്ച്, ലെഫ്റ്റ് സൈഡിൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. ഇതാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. ഫുട്ബോൾ മാച്ചല്ലേ എവിടെയാണ്? മസ്കറ്റ് ഹോട്ടൽ, KTDCയുടെ ഇവിടെ നമ്മൾ ഫ്ലൈറ്റ് എടുത്താണ് പോകുന്നത്. അതാണ് മസ്കറ്റ് ഹോട്ടൽ. മസ്കറ്റ് ഹോട്ടൽ ലെഫ്റ്റ് സൈഡിൽ കാണാം.
താഴെക്കുന്ന് പാലസ്. ഈ ഓണമൊക്കെ വരുമ്പോൾ എല്ലാ പരിപാടിയും ഇവിടെയാണ്. ഓണം, ക്രിസ്മസ്, ന്യൂ ഇയറിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും പറയണ്ട, ഓരോ സ്ഥലത്തും കണ്ടക്ടർ തന്നെ പറയും കാര്യങ്ങൾ. കേരള വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനമായ ജലഭവൻ, കേരള വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനമായ ജലഭവൻ ശ്രദ്ധിക്കുക. മടിച്ചിലെ വെള്ളവും ശ്രദ്ധിക്കേണ്ടതാണ്. മുന്നിൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മാനവീയ വീതി എന്നറിയപ്പെടുന്നത്. വിവാഹത്തിന്റെ ലൈറ്റ് മാനവീയ വീതി റൈറ്റ് സൈഡിൽ കാണാം. പ്രദേശത്തേക്ക് കാണുന്നത് ടെലിഫോണിന്റെ ആസ്ഥാനം. ബസ് എത്തിച്ചേർന്നത് വെള്ളയമ്പലം ബസ് പോകുന്നത്. ഇതിൻ്റെ കഫേ കോഫി ഡേ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇവിടെ അറ്റാച്ച്ഡാണ് കഫേ കോഫിയുടെ എവിടെ സോറി കഫേ കോഫി കോഫിയുടെ സോറി അവിടെ കുറെ പേര് കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതെ മോഡൽ ഹോസ്റ്റൽ ഓ, ഇവിടെ വന്നില്ലേ? അനുഗ്രഹിന്റെ കൂടെ ഓർമ്മയില്ല. ഫോട്ടോസിലൊന്നും എന്തായാലും ഇല്ല. ഇതാണ് കവടിയാർ. കൊട്ടാരം കവടിയാർ കൊട്ടാരം ഗേറ്റ് മാത്രം കിട്ടിയ ആ ഭാഗത്തുള്ള കവടിയാർ കൊട്ടാരത്തിന്റെ ഗേറ്റ് ആണ്. പ്രതിമ പാലസിന്റെ മുൻവശത്തേക്കാണ് ബസ് എത്തിച്ചേർന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതി എന്നറിയപ്പെടുന്ന കവടിയാർ പാലസിന്റെ മുൻവശത്തേക്കാണ് ബസ് എത്തിച്ചേർന്നത്. 1934 പണി പൂർത്തിയായ കൊട്ടാരത്തിൽ ഏകദേശം ധാരാളം മുറികൾ താമസിക്കുന്നത്. ഈ കൊട്ടാരത്തിൽ ഇപ്പോഴും രാജകുടുംബാംഗങ്ങൾ താമസിക്കുന്നുണ്ട്. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതി എന്നറിയപ്പെടുന്ന കവടിയാർ പാലസ്. സ്വാമി വിവേകാനന്ദയുടെ പ്രതിമയാണ് കാണുന്നത്. ഗോൾഫ് ക്ലബ് ഇങ്ങോട്ടാണ്, റൈറ്റ് ലെഫ്റ്റിലോട്ട്. പാട്ട് കാണാം. കുറച്ച് കാര്യങ്ങളുണ്ട്. പാട്ട് വയ്ക്കാം, ഡാൻസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുന്നത്. നഗര കാഴ്ചകൾ സിറ്റി റൈഡ് എന്നാണ് പേര്. എങ്കിലും KSRTC ഉദ്ദേശിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് സംവിധാനം കൂടെയാണ്. ഏകദേശം 1.5 മണിക്കൂർ 1.25 മണിക്കൂറാണ് ഈ റൈഡിൻ്റെ ദൈർഘ്യം. ഈ സമയം മാക്സിമം എൻജോയ് ചെയ്യുക, പാട്ട് പാടാം, ഡാൻസ് ചെയ്യാം, ഒക്കെയുള്ള ഫെസിലിറ്റി നമുക്കുണ്ട്. ബാക്കി റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരമായി. നമുക്കത് പരിചയപ്പെടാം. ഞാൻ സമയം ട്രിവാൻഡ്രം കിളിമാനൂർ സ്വദേശിയാണ്. അതിലേക്കുള്ളത് അരുൺ ആറ്റിങ്ങൽ സ്വദേശിയാണ്. ഓക്കെ, നമ്മളത് പരിചയപ്പെടാം. പേര് എവിടെ നിന്നാണ് വരുന്നത് എന്നൊന്ന് പറയാം പ്ലീസ്.
ട്രിവാൻഡ്രം ആരാണ്ട് ഇങ്ങോട്ടാണ് ശാസ്ത്രമംഗലം. എൻ്റെ പേര് ഞങ്ങൾ കവടിയാറിലാണ്. മൈക്കത്താറായി നമ്മുടെ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് പേരും ട്രിവാൻഡ്രത്ത് എവിടെ നിന്ന് അതാണ് പറഞ്ഞത്. നാട്ടിലെവിടെയാണ്? അത് തന്നെ, നാട്ടിലെവിടെയാണ് പേരും ട്രിവാൻഡ്രം എന്നൊക്കെ പറയുമ്പോഴാണ് ഇവിടെ പാട്ടും ഡാൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫുൾ എൻ്റർടൈൻമെൻറ്റ് ഒരു ട്രാവലിനാണ് അവർ KSRTC ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക്. വൈബാക്കണ്ട ശോകമാക്കണം. കുഴപ്പമില്ല, ആരും പാട്ടുകാരൊന്നും അല്ല. നമ്മളിങ്ങനെയാണ് ഈ റൈഡിന്റെ ഒരു രീതി. രണ്ടുപേരും ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരു പാട്ട് കേൾക്കാം. ഞാൻ സിനിമ പാട്ട് പാടില്ല, സിനിമ പാട്ട് പാടാം. നേരത്തെ വന്ന സൂം മ്യൂസിയത്തിൻ്റെ ആ വഴിയൊക്കെ ഫുൾ സൈലൻ്റ് ആയി. ഈ ചേട്ടൻ ഇപ്പോൾ പാടാൻ പോവാം. ഫുൾ പ്രിപ്പയർഡായി. ഇതാണ് നമ്മളുടെ പാളയം സംസം. ട്രിവാൻഡ്രത്തെ നല്ലൊരു റെസ്റ്റോറൻ്റാണ്.
കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ കുഞ്ഞാരെ മാമ്പഴമാകട്ടേന്ന് കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ കുഞ്ഞാരെ മാമ്പഴമാകട്ടേന്ന് വെള്ളമേ പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ കുഞ്ഞാരെ എത്ര ഞാൻ വാങ്ങി തന്നു വെള്ളമേ പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ കുഞ്ഞാരെ എത്ര ഞാൻ വാങ്ങി തന്നു അപ്പരലി പരല് പരല് പോവാലി പരല് പരല് പിന്നല നേരത്ത് പരല് വെള്ളത്തിലോടണണ്ട അപ്പരലി പരല് പരല് പോവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണണ്ട പുത്തനിടിയും വെട്ടി പടയുടെ ശക്തിയുടൻ പെരും തച്ചനുണ്ടമ്മോ കെട്ടുകളൊക്കെ പൊട്ടി കെട്ടുകളപ്പമായി തൽക്കാലം ആരും എഴുന്നേൽക്കരുത്. മരിച്ചിട്ടുള്ള സ്ഥലമാണ്. എഴുന്നേൽക്കാനുള്ള സമയം തരാം. തൽക്കാലം ആരും എഴുന്നേൽക്കരുത്. വിൻഡോ സൈഡിൽ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. നല്ലൊരു ഹൈറ്റിലാണല്ലേ. ഡബിൾ ഡെക്കർ പ്രീമിയം എടുക്കായിരുന്നു. സ്പോട്ടിഫൈ ആയിരിക്കും സ്പോട്ടിഫൈ ആയിരിക്കും. ചിലപ്പോൾ ഒരു ആൽബം അതിൻ്റെ അകത്ത് വെച്ചിട്ട് പിന്നെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അല്ലെങ്കിൽ നല്ലൊരു രസമായിരുന്നു. മഞ്ചൂറായിരുന്നു പേട്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിയാണ് നമ്മളിനി എയർപോർട്ടിലോട്ടും ശംഖുമുഖം ബീച്ച് ആ സൈഡിലോട്ട് പോകുന്നത്. ഈ വഴി നമുക്ക് തമ്പാനൂർ പോകും. ഏറീസ് അങ്ങോട്ട് നമ്മളിപ്പോൾ പേട്ട എത്തിക്കൊണ്ടിരിക്കുക. പേട്ടയാണല്ലേ പേട്ട. നമ്മളങ്ങനെ പേട്ട എത്തി. പേട്ട പോലീസ് സ്റ്റേഷനാണ് അത്. പേട്ട റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട്. കാണുന്നതാണ് പേട്ട റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഫുൾ ക്ലിയർ വ്യൂ കിട്ടും. ഇവിടെ നന്നായിട്ട് കിട്ടും. ഇവിടെ ട്രാഫിക് ആണ്.
ബൈപ്പാസാണ് നമ്മുടെ ബൈപ്പാസിലോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ. നേരെ പോയാൽ നമുക്ക് തമിഴ്നാട് വരെ പോവാം. തമിഴ്നാടിൻ്റെ സൈഡിൽ നിന്ന് കൺസ്ട്രക്ഷൻ ആയിട്ടില്ല, കേരളയുടെ ബോർഡർ വരെ ആയിട്ടുണ്ട്. നമ്മളിപ്പം എയർപോർട്ടിൽ അങ്ങോട്ട് പോവാം. ഇന്റർനാഷണൽ എയർപോർട്ട്, ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇപ്പം നമ്മൾ ലെഫ്റ്റിൽ കാണാൻ പോകുന്നത്. ടെർമിനൽ 2 ആണ്. ഈ വഴി തന്നെയാണ് നമ്മൾ ശംഖുമുഖം ബീച്ചിലോട്ടും പോകുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ടോ ഈ പാട്ടിൻ്റെ ഇടയിൽ? അതാണ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ടെർമിനൽ 1 എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. നമ്മുടെ ശംഖുമുഖം ബീച്ച് കഴിഞ്ഞിട്ടാണ്. ഫ്ലൈറ്റൊക്കെ കാണാം നമുക്ക്. റൺവേയും ഫ്ലൈറ്റും ഒക്കെ കാണാം. എയർപോർട്ടിന്റെ റൺവേ ആണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഇങ്ങനൊരു വ്യൂ കിട്ടുന്നത്. ഫ്ലൈറ്റ് ഇങ്ങനെ കിട്ടത്തുള്ളൂ. ഫ്ലൈറ്റ് പോയൊരു വ്യൂ കിട്ടിയാണ്. എല്ലാവരും അങ്ങോട്ട് തന്നെ നോക്കുക. സൈഡിൽ കൂടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അങ്ങോട്ട് റൺവേ ക്ലിയർ വ്യൂ. കറങ്ങി വരുമോ? ഫ്ലൈറ്റും കാണാം. രാത്രിയാണ് അത്രയും കാണാൻ പറ്റത്തില്ല. എയർഇൻഡിയുടെ ഫ്ലൈറ്റ് ആണ്. രാവിലെ ക്ലിയർ കാണാൻ. ഇപ്പം എല്ലാവരും എഴുന്നേറ്റ് ഡാൻസ് ഒക്കെ തുടങ്ങി. ഫുൾ വൈബായി. നമുക്ക് ശംഖുമുഖം ബീച്ച്
വലിയ ക്ഷേത്രമാണ്. ശ്യാംക്ഷമ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. കൊള്ളാമോ? നമ്മളിവിടുന്ന് യൂട്ടേൺ എടുക്കുവാണോ? അപ്പോൾ അങ്ങോട്ടാണ് ശംഖുമുഖം ബീച്ച്. ബീച്ചപ്പോൾ കാണിക്കുന്നില്ല. സിന്ദൂർ പാർക്ക് റെസ്റ്റോറൻ്റാണിത്. ഇവിടെ നമ്മുടെ പഴയ സൈക്കിൾ പാർക്ക്. നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. ബീച്ചിൻ്റെ അങ്ങോട്ട് പോയില്ല. നമ്മൾ തിരിച്ച് ഫ്ലൈറ്റ് സെക്യൂരിറ്റി ഒക്കെയാണ്. അടുത്ത മരമായോ? ആ ഉണ്ട്. നല്ല ട്രാഫിക് ഉണ്ട്. ഭാഗത്തേക്കാണ്. ഓൺലൈനാണ്, സേഫാണ്. അതെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ താല്പര്യം എഴുന്നേറ്റ് ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യാം. ആരും മൈൻഡ് ചെയ്തില്ല. നമ്മള് കാണിച്ചല്ലേ? ഞാൻ വലിയ വീഡിയോ എടുത്ത് നമ്മൾ സ്ട്രീറ്റ് ഇപ്പം ലുലു മോളിൻ്റെ അങ്ങോട്ട് പോവാണ്. നമ്മളിപ്പോൾ ബൈപ്പാസ് കയറി. ഡാൻസ് ചെയ്തില്ലെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ വേറൊരു ഫീൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. വേണ്ട, നമുക്ക് ഇരിക്കാം. മരമൊന്നുമില്ല. ഫുൾ ബൈപ്പാസ് ക്ലിയർ ആയിട്ട് എല്ലാവരും എഴുന്നേക്കാൻ തുടങ്ങി. ഇവിടുത്തെ ഓബൈ താമര. വേൾഡ് മാർക്കറ്റ്. ഈ ഫെയറൊക്കെ ഓണത്തിനും അല്ലാതൊക്കെ ഫെയറൊക്കെ ഇപ്പോൾ ഇവിടെ നടത്താറുണ്ട്. അവിടെ കാണുന്നതാണ് നമ്മുടെ ലുലു മോൾ.
ഈ വഴി സ്ട്രെയിറ്റ് പോയാൽ ആറ്റിങ്ങൽ, കൊല്ലം അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും. അതാണ് ഈ വഴി. ഇവിടെ ഗോകാർട്ടിംഗ് ഹോമീസ് ഏക ഗോകാർട്ടിംഗ് സ്പോട്ടാണ്. ഇപ്പൊ കുറച്ചും കൂടെ നമുക്കൊരു വ്യൂ കിട്ടും. ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലേ, ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അതോ ലുലുമോൾ കാണാൻ വേണ്ടി നിർത്തിയതാണ്. കേരള ഹോട്ടലാണ്. നമ്മൾ നേരത്തെ കാണിച്ച ഓബൈ താമര. അതെ അതെ, ഫുൾ വ്യൂ കിട്ടും. നേരെ വഴി താഴോട്ട് പോയി അതെ അതെ റൈറ്റിലോട്ട് പോയി കൊച്ചു വരും. പക്ഷെ നമ്മൾ താഴെയുള്ള റോഡ് എടുക്കണം. നമ്മൾ ഫ്ലൈ ഓവർ ഡയറക്റ്റ് നമ്മൾ നേരത്തെ വന്ന വഴി എത്തും. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഫ്ലൈ ഓവറും എൻ്റെ കൂടെ ഡബിൾ ഡെക്കർ, അതെ അതെ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലായതുകൊണ്ട് ഈ റൂട്ടാണ് നമ്മൾ കിംസിലോട്ട് പോകുന്നത്. ഇതിവിടെ ഇച്ചിരി കിച്ചൊരു ഫേമസ് റെസ്റ്റോറൻ്റാണ് ട്രിവാൻഡ്രത്ത്. ഇവിടെ എല്ലാവരും വൈബിങ് ആണ്. സൈഡിൽ ഷോറൂംസ് ആണ് കൂടുതൽ ഈ വഴി പോകുന്നത്. ഇവിടുത്തെ റോയൽ ഡ്രൈവ്, ട്രിവാൻഡ്രത്തെ റോയൽ ഡ്രൈവാണ് കാണുന്നത്. ഈ ഒരു വഴി ഫുൾ കാർ ഷോറൂംസ്, വെഹിക്കിൾ ഷോറൂംസ് ഒക്കെയാണ് കൂടുതലും കാർസിൻ്റെ ഷോറൂംസ് ആണ് ഈ വഴി. ആ അതെ BMW ഷോറൂമാണ് ഈ സൈഡിൽ. അതെ അതെ അത് ഫ്രണ്ടിലോട്ടുണ്ടെന്ന് തോന്നുന്നു. ആ അങ്ങനെ പറയാൻ ഈ സ്പോട്ട് കയറും ആ വഴി. ആ അവിടെ വന്ന പേട്ട വഴിയല്ലേ, ആ വഴി തിരിച്ചു പോകത്തില്ല. നമ്മൾ സ്ട്രേറ്റ് പോയി ഈഞ്ചക്കൽ വഴി പോകുന്നു. ബാർബിക് നേഷൻ്റെ വഴി കൊടുക്കും. വീണ്ടും മനസ്സിലായി നമ്മൾ നേരത്തെ വന്ന വഴിയാണ് ഈ ഒരു വഴി, പേട്ട വഴി വന്നത്. തിരിച്ച് മറ്റൊരു വഴി കൂടെ ഡയറക്റ്റ് ഈഞ്ചക്കൽ വഴിയാണ്. നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പെട്ടെന്ന് കാണാൻ പറ്റും. ഫ്ലാഗ് കാണാം. ആ അതെ അതാണ് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് മോൾ ഓഫ് ട്രാഫിക്. അനന്തപുരി ഹോസ്പിറ്റലാണ്. ട്രിവാൻഡ്രത്തെ ആദ്യത്തെ മോളാണ് മോൾ ഓഫ് ട്രാവൽ. ലുലു മോളും ഒക്കെ വരുന്ന മുമ്പ് ആദ്യം ട്രിവാൻഡ്രത്ത് വന്ന മോളാണ്. കൂടുതലും
ഹോസ്പിറ്റൽ ലൈനാണ്. നേരത്തെ നമ്മൾ കാർ കണ്ടണൊക്കെ. രണ്ട് ഹോസ്പിറ്റൽ, SP മെഡിക്കോട്ടിന്റെ പുതിയ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. വലിയ ബിൽഡിംഗ്, അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് ഹോസ്പിറ്റലായിരുന്നു. അവസാനിച്ചിരിക്കുന്നതിന് പോകുന്നത് ബൈറോഡാണ്. സീറ്റിലേക്ക് ഇരിക്കുക, സീറ്റിലേക്ക് ഇരിക്കുക. മറ്റൊരു സീറ്റ് വേക്കൻ്റ് ആണ്, സീറ്റിലേക്ക് ഇരിക്കുക. റൈഡ് ഇങ്ങനെ തീരാൻ പോവാണെന്ന് കണ്ടക്ടർ ഇപ്പൊ പറഞ്ഞത്. എല്ലാരും വിഷമത്തിലായി. സീറ്റിലേക്ക് ഇരിക്കുക പ്ലീസ്. എല്ലാരും സീറ്റിലിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ തിരിയും. ഇതാണ് ഇഞ്ചക്കൽ. ഇവിടുന്ന് തിരിഞ്ഞാണ് നമ്മൾ ഈ സ്പോട്ടിലോട്ട് ഡയറക്റ്റ് പോകുന്നത്. സീറ്റിലേക്ക് ഇരിക്കുക. സീറ്റ് വേക്കൻ്റ് ആണ് കേട്ടോ. സീറ്റിലേക്ക് ഇരിക്കുക. ഹൈവേ കഴിഞ്ഞ് ഇനി പോകുന്ന ബൈ റോഡാണ്, അതുകൊണ്ട് തന്നെ സീറ്റിലേക്ക് ഇരിക്കേണ്ടതാണ്. മറ്റൊന്ന് KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ടുള്ള ഈ റൈഡിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായമാണ്. നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. എല്ലാവരുടെയും ഒപ്പീനിയൻ ചോദിക്കുകയാണ് കണ്ടക്ടർ. റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ട്രിവാൻഡ്രത്ത് തന്നെയാണ്, നിങ്ങളുടെ പോകുന്ന വഴിയാണ്. എന്നാലും ഇത്രയും ഹൈറ്റിൽ നിന്നുള്ള വ്യൂ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇത് കാര്യം തന്നെയാണ് പറയാനുള്ളത്. അതായത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഞങ്ങൾ 10 പേര്, ഞങ്ങളെല്ലാം വീട്ടമ്മമാരാണ്. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇത്രയും പേരും ഞങ്ങൾ 10 പേര് വന്നിരിക്കുന്നത്. ഒരു 1.5 മണിക്കൂറേ കിട്ടിയുള്ളെങ്കിൽ പോലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ മക്കളെല്ലാവരും വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ തകർത്ത് അടിച്ചു പൊളിച്ച് ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചിട്ടാണ് നമ്മളെല്ലാവരും വന്നത്. ഒരുപാട് ഹാപ്പി ആയിട്ട് നമുക്ക് ഡാൻസ് കളിക്കാൻ എല്ലാവർക്കും പറ്റിയില്ലെങ്കിൽ പോലും ഒരുപാട് എൻജോയ് ചെയ്തു. അത് മാത്രമല്ല, പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രിവാൻഡ്രംകാരാണ്. പക്ഷേ എല്ലാ ആഴ്ചയും ഞങ്ങൾ ശംഖുമുഖത്ത് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യൂ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു കിട്ടിയത്. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ശംഖുമുഖത്ത് പോയി ചായയും പറ്റി വാങ്ങിച്ച് കഴിക്കാൻ മാത്രമാണ് പോകുന്നത്. പക്ഷേ ഇന്ന് മനസ്സിലായി ഇത്രയും വലിയൊരു വ്യൂ നമുക്ക് അവിടെ ഉണ്ടെന്നുള്ളത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇനി എന്തായാലും അടുത്ത ഭർത്താക്കന്മാരെ കൊണ്ട് വരുന്നതായിരിക്കും അല്ലേ. റൈഡ് അവസാനിക്കുന്നു. KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി പങ്കെടുത്ത ഓരോരുത്തർക്കും KSRTCയുടെ പേരിലും ഞങ്ങൾ ജീവനക്കാരുടെ പേരിലും വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വീണ്ടും വരും. നമ്മളുടെ ജേണി കഴിഞ്ഞു. ഈ സ്പോട്ട് ബസ് സ്റ്റാൻഡിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയെടുത്തുനിന്ന് നമ്മൾ തിരിച്ചെത്തുന്നു. കഴിഞ്ഞു വണ്ടർഫുൾ ജേണി. അപ്പോൾ നമുക്കിറങ്ങാം. അപ്പോൾ ഈ ഒരു എക്സിറ്റ് വഴി ഇറങ്ങും. ഇവിടെ താഴെ ഫുൾ വേക്കൻ്റ് ആയിരിക്കും. കാരണം ആരും താഴെ ഇരിക്കാൻ വരത്തില്ല. എല്ലാവരും മുകളിൽ കയറാനാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് നമ്മൾ പോയിട്ട് വന്ന സിറ്റി റൈഡ് ബസ്. നഗര കാഴ്ചകൾ എന്നാണ് ഇതിൻ്റെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റേ ബസ് ഇപ്പോൾ പോയി കാണും. ഓരോ അവറിൽ ഓരോ ബസ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. ഈ ബസ് അടുത്ത സ്ലോട്ടിലേക്ക് പോകും. അതായത് 9 മണിക്കായിരിക്കും അല്ലേ, 9 മണിയുടെ സ്ലോട്ടിൽ പോയിരിക്കും. അപ്പോൾ നമുക്കിനി തിരിച്ചു പോവാം. അപ്പം നമുക്ക് എല്ലാവർക്കും തിരുവനന്തപുരത്തിൻ്റെ നഗര കാഴ്ചകൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കും എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.